ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ പറഞ്ഞ പോലെ മഴയൊന്നുമില്ല, ഗ്യാസും ഇല്ല. ഇതൊക്കെ തന്നെ വാർത്തകൾ പ്രധാനമായിട്ടും. ജി സുധാകരൻ, കെ സുധാകരൻ, ഗ്യാസ്, പിന്നെ ഖാർഗിലെ ആക്രമണം, ഇതൊക്കെ ചേർന്ന് പങ്കിട്ടെടുത്തിരിക്കുകയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളൊക്കെ തന്നെ. പത്രം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പരസ്യങ്ങളോട് പരസ്യമാണ്. ഇപ്പോൾ റീഗൽ ജ്വല്ലറി, ഒരു ജ്വല്ലറിയുടെ പരസ്യം കഴിഞ്ഞ് വേണം മാതൃഭൂമിയുടെ ഉള്ളിലേക്ക് കയറാൻ. അത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫുൾ പേജ് ജാക്കറ്റ് ആടാണ്. അത് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ആട്. അങ്ങനെ ഉള്ളിലേക്ക് കയറി പിന്നെ ഫുൾ പേജിൽ 2 പേജ്. ഇത് മുഴുവനൊന്നും ഞാൻ സ്കാൻ ചെയ്യാൻ പറഞ്ഞില്ല കേട്ടോ. അതിന് മാത്രം കൂടുതൽ പരസ്യങ്ങളാണ്. വാർത്തകളേക്കാളിൽ കൂടുതൽ പരസ്യങ്ങൾ വരുന്ന ദിവസമാണ്. മാതൃഭൂമിയുടെ ഒന്നാമത്തെ വാർത്ത കാണണമെങ്കിൽ 3 പേജ് അകത്തേക്ക് ചെല്ലണം. എയ്ഡഡ് അധ്യാപകർക്ക് സംരക്ഷണം എന്നുള്ള ഇന്നലത്തെ സുപ്രധാനമായിട്ടുള്ള ക്യാബിനറ്റ് തീരുമാനം മാതൃഭൂമി ഒന്നാമത്തെ വാർത്തയായിട്ട് വെച്ചിരിക്കുകയാണ്. 30,000 അധ്യാപകർക്ക് സംരക്ഷണം. അധ്യാപകരും ജീവനക്കാരും ഒക്കെ വലിയ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള 2ാം ദിവസവും ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗം ഈ എയ്ഡഡ് അധ്യാപകർക്ക്, അതായത് കുട്ടികൾ കുറഞ്ഞത് കാരണം എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ തസ്തികകൾ നഷ്ടപ്പെട്ട അധ്യാപകരെയൊക്കെ സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ച വാർത്ത. തസ്തിക നഷ്ടം സംഭവിച്ച എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് സംരക്ഷണം നൽകും. 2015 മുതൽ 2021 വരെ ജോലി നഷ്ടപ്പെട്ട 245 അധ്യാപകർക്ക് ഇതോടെ പുനർനിയമനം ഉറപ്പായി. കുട്ടികൾ കുറഞ്ഞാലും പ്രൊട്ടക്ഷൻ ഉണ്ടാവും. സംരക്ഷിക്കാനുള്ള വഴികൾ, ഇവരെ എന്ത് ചെയ്യും? പ്രധാനാധ്യാപകരെ നിയമിക്കുമ്പോൾ അവരുടെ അധ്യാപക തസ്തികയിലുള്ള ഒഴിവിൽ ഒരാളെ വെക്കാൻ നിലവിൽ വ്യവസ്ഥയുണ്ട്. അതിലേക്ക് ഒരധ്യാപകനെ നിയമിക്കാം. സമഗ്ര ശിക്ഷ കേരളയിൽ 1385 ക്ലസ്റ്റർ കോർഡിനേറ്റർ തസ്തികകളുണ്ട്. കെറ്റിൽ മാസ്റ്റർ ട്രെയിനർമാരായി അങ്ങനെയൊക്കെ ഈ ജോലി ഭീഷണി, നഷ്ടം ഭീഷണി നേരിടുന്ന അധ്യാപകരെ പുനർവിന്യസിക്കാനും സംരക്ഷിക്കാനും സർക്കാർ തീരുമാനിച്ചത് മാതൃഭൂമി ഒന്നാമത്തെ വാർത്തയാക്കുന്നു. പല പ്രധാന പേജുകളുണ്ട്. അതിലേറ്റവും പ്രധാന പേജിലെ ഒന്നാമത്തെ വാർത്ത, ഇറാൻ്റെ എണ്ണ കേന്ദ്രമായ ഖാർഗിൽ ബോംബിട്ട് US എന്നുള്ളത് അതോടൊപ്പം തന്നെ പ്രാധാന്യമായി തൊട്ടൊപ്പം നൽകിയിട്ടുണ്ട്. കാരണം നമ്മളെയൊക്കെ, നമ്മുടെ അടുക്കളയെയും ഭക്ഷണത്തെയും വിശപ്പിനെയും ഒക്കെ ബാധിക്കുന്ന വാർത്തയാണിത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇസ്രായേലും US ചേർന്ന് നടത്തുന്ന ഈ യുദ്ധം 3ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കെ ആഗോള ഇന്ധന പ്രതിസന്ധി പൂർവാധികം പരുങ്ങലിലാക്കുന്ന ഒരു നടപടിയാണിത്. ഇറാൻ്റെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനലായ ഖാർഗ് ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സൈനിക സംവിധാനങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വീണിട്ടുണ്ടോ എന്നതും മറ്റുമുള്ള വിശദാംശങ്ങൾ ലഭ്യമല്ല. ഏതായാലും ഇറാൻ്റെ ബുഷൈർ പ്രവിശ്യയിലാണ് ഈ ഖാർഗ് എന്ന ചെറുദ്വീപ്. വേറെ 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ. വിസ്തീർണം 22 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% കുഴിച്ചെടുക്കുന്നത് ഇവിടെ നിന്നാണ്. 90 കോടി വീപ്പ എണ്ണയാണ് ഇവിടെ നിന്ന് ഓരോ വർഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്, നമുക്കടക്കം വരുന്നത്. അതായത് ഈ പ്രതിസന്ധി തുടരും എന്ന ഭീഷണിയാണ് ഏതായാലും മാതൃഭൂമിയിൽ നിന്ന് വരുന്നത്. നമ്മളെ കൂടി ബാധിക്കുന്ന വാർത്ത. ഈ അടുത്ത കാലങ്ങളിൽ വരുന്നൊരു തമാശ ശ്രദ്ധിച്ചു. ലോകത്തെല്ലാവരുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ് ആണടാ എന്ന് കോട്ടപ്പള്ളി സിനിമയിൽ പറഞ്ഞത്, സന്ദേശത്തിൽ പറഞ്ഞത് ഇപ്പോൾ ശരിയാകുന്നില്ലേ എന്ന വാർത്ത, ആ കാർഡുകളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോരമ ഇതേപോലെ തന്നെ കേട്ടോ. ഒന്നാമത്തെ പേജിൽ പ്രൈവറ്റ് ആടാണ്. അതിനുശേഷം നരേന്ദ്രമോദിയുടെ പടമുള്ള കർഷകർക്ക് വേണ്ടി നടന്ന പദ്ധതിയെക്കുറിച്ചുള്ള വലിയ ആട്, പിന്നെ LICയുടെ വലിയ ആട്. ഇതിൻ്റെ ഉൾപേജിൽ 2 പേജ് സംസ്ഥാന സർക്കാരിൻ്റെ ആട്, പിന്നെയും ഒരു ഫുൾ പേജ് സംസ്ഥാന സർക്കാരിൻ്റെ ആട്. അങ്ങനെ ഏതായാലും നിയമത്തെ വെല്ലുവിളിച്ച് പട്ടാപ്പകൽ കൊല. മനോരമയുടെ തലക്കെട്ടിടാനുള്ള കഴിവിനെക്കുറിച്ച് ഈ പങ്ക്തിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് അവരുടെ ചില തലക്കെട്ടുകൾ. നോക്ക് കുത്തി എന്നാണ് പറയുന്നത്. നിയമത്തെ വെല്ലുവിളിച്ച് പട്ടാപ്പകൽ കൊല, നോക്ക് കുത്തി എന്ന് തലക്കെട്ട്. ഒപ്പം അത് CCTVകളിൽ ആ കൊലപാതക ദൃശ്യം, ഭീതിതമായ ആ കൊലപാതക ദൃശ്യം പട്ടാപ്പകൽ മുഖം പോലും മറയ്ക്കാതെ കുറച്ചാളുകൾ വന്നൊരു വണ്ടി മറ്റൊരു വണ്ടിയെ ഇടിച്ചിട്ട് ഇറങ്ങി തലങ്ങും വിലങ്ങും വെട്ടി 1.5 മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യനെ കൊന്നിട്ട് പോയി. ഈ മനുഷ്യനെന്ന് പറയുന്ന ആളും വേറൊരു കൊലക്കേസിലെ പ്രതിയാണ്. ജാമ്യത്തിൽ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടിട്ട് പോയി എന്ന വഴിയായിരുന്നു ഈ കൊലപാതകം. അലുവ അതുൽ എന്നായിരുന്നു അയാളുടെ പേര്. ഈ കൊന്ന ആൾക്കാരെ ഏതായാലും ഇതുവരെ പിടിച്ചിട്ടില്ല. പിന്തുടർന്നെത്തി കാറിനെ ഇടിച്ച് കുഴിയിൽ വീഴ്ത്തിയായിരുന്നു ആക്രമണം. പിടിച്ചിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കണം. 8 പേർ ഇപ്പോൾ പിടിയിലായി. 4 പേരെ പിടികൂടിയത് ഇന്നലെ രാത്രി മുണ്ടക്കയത്തിൽ നിന്നാണ്. ആ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ആ ദൃശ്യങ്ങളിൽ കണ്ട് നമ്മൾ ഇന്നലെ വല്ലാതെ ഞെട്ടിയിരുന്നു. ആ വാർത്ത ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ തലക്കെട്ട് നോക്ക് കുത്തി. നിയമം നോക്കു കുത്തി എന്നും വായിക്കാം, നോക്കൂ കുത്തി എന്ന ചിത്രവും അതിനോടൊപ്പം കാണാം. കോടതി നോക്ക് എന്നുള്ളതാണ് അതിൻ്റെ താഴെ മറ്റൊരു വാർത്ത. യുവതീ പ്രവേശം സുപ്രീം കോടതിയിൽ
അല്ലെങ്കിൽ സർക്കാർ വാദം. അതായത് ഈ വാർത്തയാകും ഇന്നത്തെ പ്രധാന തലക്കെട്ടെന്ന് നമ്മൾ ഇന്നലെ എല്ലാവരും കരുതിയതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അതായത് സർക്കാർ പൂർണ്ണമായൊരു യു ടേൺ എടുക്കും പഴയ നിലപാടിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു യു ടേൺ അല്ല എടുത്തത് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഭക്തർക്കും അതായത് വിശ്വാസികൾക്കും അല്ലെങ്കിൽ അന്ന് നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും വാദിച്ചവർക്കും ഞങ്ങളുടെ വാദവും ഉണ്ടല്ലോ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു റിട്ടൺ വാദമാണ് ഇന്നലെ കോടതിയിൽ സർക്കാർ സമർപ്പിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് പഴയ പിണറായി സർക്കാരിനെ, ഒന്നാം പിണറായി സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പിണറായി വിജയൻ ഗോതയിൽ ഇടിച്ചിട്ടിരിക്കുന്ന മാതിരിയുള്ള ഒരു കാർട്ടൂണാണ് അതോടൊപ്പം നൽകിയിരിക്കുന്നത്. മതപണ്ഡിതരുടെ വാദം അഭിപ്രായം കേട്ട് കോടതി തീരുമാനിക്കണം, സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ തടസ്സമില്ലെന്ന വാദം. ഒരുപക്ഷെ ഈ കാർട്ടൂൺ നേരത്തെ തയ്യാറാക്കി വെച്ചതായിരിക്കും. അങ്ങനെ പഴയ സർക്കാരിൻ്റെ വാദത്തിൽ നിന്ന് നേരിട്ട് ഒരു യു ടേൺ ഏതായാലും ഇന്നലെ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്ത ഇന്ന് പ്രധാന വാർത്തയായി ഒട്ടുമിക്ക പത്രങ്ങളിലും മാറാതെ സൈഡ് വാർത്തയായി മാറിയത് എന്ന് പ്രസ് സ്റ്റോപ്പ് കരുതുന്നു. 9-ാം പേജിൽ ഇലക്ഷൻ വാർത്തകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ UDF സർക്കാരിൻ്റെ UDFൻ്റെ അല്ല അതായത് നേറ്റിവിറ്റി കാർഡിനെ കുറിച്ചുള്ള വലിയ വാർത്ത. LDF UDF രണ്ടല്ല, ജമാഅത്തെ സഖ്യത്തിൽ ഒന്നാണെന്നുള്ള NDAയുടെ പരസ്യം. അതായത് ഇത് മുഴുവൻ എനിക്ക് സ്കാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കോമക്കുറുപ്പും സർദാർ കോമക്കുറുപ്പും സർദാർ കൃഷ്ണക്കുറുപ്പും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് LDFനെ UDFനെയൊക്കെ പറ്റിയേ. തുടരും കേരളത്തിൻ്റെ കൊടി. ഇപ്പോൾ നോക്കൂ, മുഴുവൻ പേജ് ആഡാണ്. അത് കിഫ്ബിയുടെയാണ്. അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ MP-മാരോട് നോ, സുധാകരനോടും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക. MP-മാർ ആരും മത്സരിക്കേണ്ടെന്ന നിലപാട് തുടരുന്ന കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കെ സുധാകരൻ്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കില്ല എന്ന വാർത്ത. കണ്ണൂരിൽ അയവില്ലാതെ സുധാകരന് സീറ്റ് നൽകാൻ മാത്രം താൻ വലിയ നേതാവല്ല എന്ന VD സതീശൻ്റെ പരിഹാസം. ഒപ്പം ഇടതിൽ തലമുറ മാറ്റം, അത് JDUവിലാണെങ്കിലും കേരള കോൺഗ്രസ് ബിയിലാണെങ്കിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന KP മോഹനൻ്റെ പ്രശ്നം ഒക്കെ RJDയിലെ പ്രശ്നം ഒക്കെ കൂടി ഇടതിലാകപ്പാട് പ്രശ്നമെന്നുള്ള വാർത്തയും മനോരമ കൊടുക്കുന്നുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ അടുക്കള പൂട്ടിച്ചു എന്നാണ് ദേശാഭിമാനിയുടെ ഒന്നാമത്തെ വാർത്ത. രാജ്യത്ത് ഇന്ധനക്ഷാമം അതിരൂക്ഷമാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇന്ധനക്ഷാമം അതിരു കടന്നതോടെ നട്ടം തിരിഞ്ഞ് ജനം എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന മറ്റൊരു തലക്കെട്ട് കൂടിയുണ്ട്. സുധാകരന് പിന്നാലെ അടൂർ പ്രകാശും MP സ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് രണ്ടും കൽപ്പിച്ച് പോരിനിറങ്ങുന്നു എന്ന വാർത്തയും ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു. 10-ാം പേജിൽ സഞ്ജുവിന് നാളെ സർക്കാരിൻ്റെ ആദരം. ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് മിന്നും വിജയം നൽകിയ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് സംസ്ഥാന സർക്കാരിൻ്റെ ആദരം നാളെയാണ് എന്ന വാർത്ത. വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ ബീഹാർ അല്ല നമ്പർ 1 കേരളം എന്ന് പറഞ്ഞ് കഴിഞ്ഞു നമ്മൾ മനോരമയിൽ കണ്ട ആ കൊലപാതകത്തെക്കുറിച്ചാണ്. അത് സർക്കാരിന് നേരെ തിരിച്ചു വയ്ക്കുന്നു വീക്ഷണം. നട്ടുച്ചയ്ക്ക് ദേശീയപാതയിൽ ജനങ്ങൾ നോക്കി നിൽക്കെ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ വീക്ഷണം നൽകിയിരിക്കുന്നു. ഒപ്പം വീക്ഷണത്തിൻ്റെ പിൻ പേജിൽ കൊച്ചിയിൽ ഇനി 50 രൂപയ്ക്ക് ഒരു ദിവസത്തെ ഭക്ഷണം. ഇന്ദിരാ ക്യാൻറ്റീന് തുടക്കമായി. സംസ്ഥാനത്തിനാകെ മാതൃകയെന്ന് പ്രതിപക്ഷ നേതാവ്. മെട്രോ നഗരത്തിലെത്തുന്ന ആർക്കും കീശ കീറാതെ ഒരു ദിവസത്തെ ഭക്ഷണം വെറും 50 രൂപയ്ക്ക് കഴിക്കാം. കൊച്ചി കോർപ്പറേഷൻ്റെ ഈ സ്വപ്ന പദ്ധതിക്ക് പ്രതിപക്ഷ നേതാവ് തുടക്കം കുറിച്ചിരിക്കുന്ന വാർത്തയും വീക്ഷണത്തിൽ കൊടുത്തിരിക്കുന്നു. മംഗളത്തിലേക്ക് വന്നാൽ പുറത്താക്കേണ്ടി വന്നേനെ എന്നാണ് പറയുന്നത്. ആരെ? ജി സുധാകരൻ പോയത് നന്നായത് CPIM. പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ CPIM ശക്തി പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ നടത്തി. അതിനിടയിലാണ് വെറും സഖാവല്ല സുധാകരൻ എന്ന് തിരുത്തിയാണ് ഇന്നലെ അവിടെ പ്രസംഗിച്ചത്. സഖാവ് എന്ന പ്രിഫിക്സ് 60 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഒഴിവായി പോയതിനെക്കുറിച്ച് ഇതിലുമുണ്ട് കേരളത്തിലും എൻ്റെ കുതിപ്പ്. കിഫ്ബി വാർത്ത. പരസ്യങ്ങളാണ് കൂടുതൽ. ഗൾഫ് തീരങ്ങളിൽ ഉള്ളത് 23,000 ഇന്ത്യൻ നാവികരാണെന്ന വാർത്ത ഉണ്ട് മംഗളത്തിൽ. ഇന്ത്യക്കാരായ 3 കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു, ഒരാളെ കാണാതായി. ചുറ്റും അഗ്നി വർഷിച്ച് ഡ്രോണുകളും മിസൈലുകളും. ജോലിയിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടും വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുന്നില്ല. ഗൾഫ് തീരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 23,000 ഇന്ത്യൻ നാവികരാണ്, ചെറിയ കാര്യമല്ല. ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ 6 LPG കപ്പലുകൾ എത്തിയെന്നാണ് പറയുന്നത്. ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടന്നു. ഭാരതം സുഹൃത്തെന്ന് ഇറാൻ ഭാരതത്തിൻ്റെ സുഹൃത്താണ് എന്ന് ഇറാൻ പറഞ്ഞത് ജന്മഭൂമി വളരെ വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത് കൗതുകകരമാണ്. പാചകവാതകവുമായി ഒരു പാചകവാതക കപ്പൽ കൂടി എത്തി. അതായത് പാചകവാതകമൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നും ജന്മഭൂമിയുടെ വാർത്ത കണ്ടാൽ. കേരള കൗമുദിയിൽ 30 ആണ്ടിന് ശേഷം ചാരായം റിട്ടേൺസ്. അത് യൂറോപ്പിലാണ്, ഇവിടെ ഒരു മലയാളിയാണ് കൊണ്ടുവരുന്നത്. രസകരമായ വാർത്തയാണ്. പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വിശദമായി നൽകിയിട്ടുണ്ട്. ശബരിമല വിശ്വാസി പേടി എന്ന് ഏതായാലും ചന്ദ്രിക 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. മറ്റു പത്രങ്ങളിലൊന്നും പ്രധാന പേജിൽ ഇന്നലത്തെ ആ അഫിഡവിറ്റിനെ കുറിച്ച് കണ്ടില്ല. മാധ്യമത്തിൽ എണ്ണ എരിതി എന്നാണ് ഈ ഇന്ധന പ്രതിസന്ധിയും ഖർഗിലെ ആക്രമണവും മാധ്യമവും പ്രധാന വാർത്തയാക്കിയിരിക്കുന്നു. സേതു.